അദ്ദേഹത്തിന്റെ ഫലഭൂഷ്ഠിതമായ കൃഷിത്തോട്ടത്തിലേക്ക് അഹാത്ത എന്ന് പറഞ്ഞാൽ വലയം ചെയ്യാനാണ്. നാനാഭാഗങ്ങളിൽ നിന്ന് അദാബ് കണ്ട് വലയം ചെയ്തു. ഫഅസ്ബഹ യുഖല്ലിബു കഫൈ, അപ്പൊ അയാള് കൈമലർത്തിയിട്ട് അടിക്കാൻ തുടങ്ങി. അത് അതിശക്തമായ കേദമുള്ള സമയത്ത് അന്നത്തെ ആളുകളും ഇന്നത്തെ ആളുകളും ചെയ്യുന്നതാണ്. അങ്ങനൊക്കെ അടിച്ചിട്ട് പലതും കാട്ടിക്കൂട്ടും. അതാണ് പറഞ്ഞത്. തോട്ടം മുഴുവനും ഞൊടിയിടയിൽ തകർന്ന് തരിപ്പണമായപ്പോ അയാൾ രണ്ട് കൈയും ഇങ്ങനെ മലർത്തി ഇങ്ങനെ ഉണ്ടല്ലോ, യാ അല്ലാ. അപ്പൊ യാ അല്ലാന്നൊന്നും ആൾക്ക് വിളിക്കാൻ തോന്നിക്കണോ അറിയില്ല, കാരണം അയാൾക്ക് എതിർത്തിന്ന ആളാണ്. ഈ തകർന്നു പോയ തോട്ടത്തിൽ അയാൾ എത്രയോ പൈസ ചെലവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ഒക്കെ വെള്ളത്തിലായി എന്നറിയില്ലേ, വെള്ളത്തിലായി. അങ്ങനെ പറഞ്ഞു, വെള്ളത്തിലായി. വഹിയ, ആ തോട്ടം ഹാവിയത്തുനല ഉറൂഷിയ, വാക്കുകൾ വിട്ടുപോയ പറയണേ. വഹിയ, ആ തോട്ടം, ഞാൻ അത് ഖുർആന് ഇന്നലെയൊന്നും ഖുർആൻ നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. വഹിയ, ആ തോട്ടം ഹാവിയത്തുനല ഉറൂഷിഹ, അത് തകർന്നു. അല ഉറൂഷിയ, അതിന്റെ പന്തലിട്ടുണ്ടാവും, തോട്ടത്തിൽ മേൽക്കൂര പോലെ പന്തലിട്ടുണ്ടാവും. ആ പന്തലിന്റെ മേൽ അടിഞ്ഞമർന്ന് തകർന്നു പോയി. ഉറൂഷ് എന്ന് പറഞ്ഞ പന്തല്. ആ പന്തലിന്റെ മേൽ, പന്തലും ഒക്കെ കൂടിയാണ്, കാറ്റടിച്ച് അങ്ങനെയാണല്ലോ, ഒക്കെ കൂടി തകിടം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒക്കെ കൂടി ഈ പന്തലിന്റെ കാലിലൊക്കെ കൂടി മേലാണ്ട് അടിഞ്ഞമറില്ല, അങ്ങനെയാണ്ട് വന്നു. അയാൾ പറഞ്ഞു, യാ ലൈതനി, ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ റബ്ബിന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാതെ ഞാൻ ആദ്യം തന്നെ നല്ല കോലത്തിൽ വിശ്വസിച്ച് നടന്നാൽ എത്ര നന്നായിരുന്നു എന്നപ്പോൾ പറഞ്ഞു. അല്ലാഹു പറയാണ്, വലം യകുല്ലഹു ഫിഅത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി, അല്ലാഹനെ കൂടാതെ ആ സമയത്ത് അയാൾക്ക് സഹായിക്കാൻ ഒരാളെയും കിട്ടിയില്ല. വലം യകുല്ലഹു ഫിയ, അയാളുടെ സംഘം, കുറെ സംഘം ഒപ്പം ഉണ്ടായിരുന്നല്ലോ, തോഴന്മാര് തോഴികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, സേവകന്മാര്, അവരൊന്നും അയാളെ സഹായിക്കാൻ വന്നില്ല. വലം യകുല്ലഹു ഫിയ, അയാളെ ഒരു ഫിയത്തും ഒരു യുവസംഘവും സഹായിച്ചില്ല, ഒരാളും സഹായിച്ചില്ല. യൻസുറൂൻ, അവർ സഹായിച്ചില്ല. ഇയാള് സഹായിച്ചില്ല. ഒമാക്കാന മുൻതസറ, ഒരാളിൽ നിന്നും സഹായം സിദ്ധിച്ച ആളുമായില്ല, ഇയാളാണ്ട് ഒറ്റപ്പെട്ടു. അങ്ങനല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല രൂപത്തിൽ കണ്ടുവരുന്ന സംഗതികളാണ്. വലിയ വലിയ മേലാളന്മാരായിരിക്കും, നല്ല ആൾബലുണ്ടാവും, കരിമ്പൂച്ച വെളുമ്പൂച്ച അത് ഇത് പലതും ഉണ്ടാവും. പക്ഷെ അദാബ് അങ്ങോട്ട് വന്നാൽ ഒറ്റപ്പെട്ടു, ഒരാളും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഉമ്മാക്കാന മുൻതസറ, ഒരാൾ വഴിയും അയാൾ സഹായം കിട്ടിയവനായില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ലാസ്റ്റ് സ്റ്റോപ്പ് നോക്കിട്ടോ, ഹുനാലിക്കൽ വലായ, അതൊരു ഒന്നൊന്നര വർത്താനാണ്. ഹുനാലിക്കൽ വലായ, ഹുനാലിക്കൽ വലായത്തു ലില്ലാഹ്. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ്, ഹഖായ അള്ളാഹ്ക്ക് മാത്രമാണ് അധികാരമെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന സമയമാണ് അത്തരം സമയങ്ങൾ. ഹുനാലിക്ക, അതിന് രണ്ടർത്ഥം വെക്കാം, അത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം സമയങ്ങൾ. ഇങ്ങനത്തെ ചില സമയങ്ങൾ കണ്ടുവരുമ്പോഴേ നമുക്ക് തോന്നുക അധികാരം അള്ളാഹ്ക്ക് തന്നെ എന്ന് തോന്നല്. മറ്റൊക്കെ എനിക്കൊന്നും കുറച്ചൊക്കെ എനിക്കുണ്ട് എന്ന് തോന്നും. കുറച്ചൊക്കെ എനിക്കുണ്ട്, കുറച്ചൊക്കെ ആരോഗ്യം എനിക്കുണ്ടെന്ന് ഇങ്ങനെ തോന്നും. കളരും കരാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവേ, മസിലിങ്ങനെ തുറപ്പിച്ച് അതിനനുസരിച്ച് ബനിയൻ ഇട്ടിട്ടല്ല നടക്കല്. അപ്പൊ അതിങ്ങനെ തോന്നും, കുറച്ചൊക്കെ എനിക്കുണ്ട്. ഒന്നാണ് ഇവിടുന്ന് ഒരു വലി, അല്ലാ മസിലോണ്ടൊന്നും കാര്യമില്ല മനേ എന്ന് പറയും. നമ്മൾ കൂടിയാ കൂട്ടൂല അല്ലേ? അതൊക്കെ അധികാരം അള്ളാഹ്ക്ക് തന്നെ. ഏതാൾക്കും തോന്നുന്ന ചില സമയം ഉണ്ടാവും. നമുക്ക് തന്ന ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, അത് അള്ളാഹ് നമുക്ക് തന്നതാണ്, തന്നുകൊണ്ടിരിക്കണം. തന്നാന്നല്ല വിശ്വാസം, തന്നുകൊണ്ടിരിക്കണം. ഓരോ എല്ലുകൾക്കും മസിലുകൾക്കും നരമ്പുകൾക്കും തലച്ചോറിനൊക്കെ നേരത്തെ ഒന്നും അള്ളാഹ് തന്നിച്ചിട്ടില്ല, ഒക്കെ അപ്പാപ്പം തരാണ്. ഇതാണ് അഖീദ. പക്ഷെ അതിങ്ങനെ കിട്ടുമ്പോ നമുക്ക് തോന്നും, ഒരു പിടുത്തൊക്കെ ഇപ്പൊ എനിക്കും പിടിച്ചു വെക്കാം. അവിടെ ഉണ്ട്, അതിൽ കാണാൻ നടുമുള്ളിനോട് കൂടി വേദന വേപ്പെട്ടാണ് കയറാൻ. ഡോക്ടർ തന്നെ ഒരു പിടുത്തം പിടിച്ചു വെക്കാം, ഒരു ഉറപ്പില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് അള്ളാഹ്ക്ക് തന്നെ അധികാരം ഇട്ടാവും. അധികാരമൊക്കെ അള്ളാഹ്ക്ക് തന്നെയാണ്. ഇതിങ്ങനെ നടക്കുക എന്ന് മാത്രം തോന്നിപ്പോവും. അത്തരം സമയങ്ങൾ തോന്നുന്നതാണ്. എന്നോടൊരു ഡ്രൈവിങ്ങിലൊക്കെ ഭയങ്കര മാജിക് കാണിക്കുന്ന ഒരാളുടെ, ഭയങ്കര മാജിക്കാ. എന്താ അവന്റെ പോക്കെന്ന് പറയുക, ബൈക്ക് മേലൊക്കെ. 200 ശിഷ്യന്മാർ എനിക്കുള്ളതല്ലേ ഈ വിഷയത്തിൽ, എല്ലാവരും ഞാനല്ല ഡ്രൈവറാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാ. ഒരിക്കലും വണ്ടിയൊക്കെ കൂടി പാടത്ത് കണ്ടുപോയി.
പിന്നെ എൻ്റെ ഗ്ലൂക്കോസ് എറ്റി തൊള്ളുന്നത് അങ്ങനെ കിടക്കണം. എന്നോട് അന്ന് പറഞ്ഞു സംഗതി അള്ളാന്റെ അടുത്ത് തന്നെ കൈകളെ നമ്മളെ കയ്യിൽ സ്റ്റാറിങ് ഉണ്ട് എന്നോട് പറഞ്ഞേ. അപ്പൊ എനിക്ക് ആയത്ത് ഓർമ്മ വന്ന് ഉനാലിക്കൽ വലായത്തുലില്ലാഹിൽ ഹഖ്. ഹക്കായ അള്ളാഹ്ക്കേ അധികാരമുള്ളൂ തോന്നുന്ന ചില സമയങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും വരും. യാ അല്ലാഹ് തന്നെ ഉറപ്പാട്ടോ. ചിലപ്പോ ഉണ്ടാവേ ഒറ്റ കണ്ട് കുടുങ്ങും, ഒരാളുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ രാത്രിയിൽ നെഞ്ഞു നീ ജന്നെ എനിക്കുള്ളൂ. ഇതുവരെ ഒരുപാട് ആൾക്കാർ നമ്മൾ ചില ആൾക്കാർ പറഞ്ഞു അങ്ങനെ തന്നെയാണ്. ചില തള്ളാറിന്റെ പറയലുണ്ട്. കുഞ്ഞാമ്പട്ട് വാക്കിടത്ത് കൊണ്ടുപോയി, നെയ്സൂമിലുണ്ടായി, അൽമാസ് കൊണ്ടുപോയി, EMS കൊണ്ടുപോയി, ഇനിയിപ്പൊ പഠിച്ചോൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏത് ലാസ്റ്റ് ഇപ്പൊ അൽമാസ് കൊണ്ടുപോകുമ്പോ സലീം ഡോക്ടറായിരുന്നു. നേഴ്സിംഗ് പോകുമ്പോൾ അലിക്കുട്ടി ഡോക്ടർ, അയാൾ മരിച്ചുപോയി. തലക്കെടുത്ത് കൊണ്ടായപ്പോ കുഞ്ഞാമ്പട്ട് ഡോക്ടറായിരുന്നു. അവരെ കൊണ്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് അള്ളാനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹുനാലിക്കൽ വലായത്തുലില്ലാഹിൽ ഹഖ് വഖൈറുൻ സവാബ. അള്ളാഹു ആണ് മെച്ചപ്പെട്ട പ്രതിഫലം തരാനും അവൻ തന്നെ നല്ലത്. വഖൈറുൻ ഉഖ്ബ, എല്ലാ കാര്യത്തിന്റെയും അന്ത്യം നന്നാക്കാനും അള്ളാഹ്ക്കേ കഴിയുള്ളൂ. നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ ഒപ്പിക്കും, ലാസ്റ്റ് നന്നായിട്ട് കൊളാകണം. ഏത് കാര്യം അങ്ങനെയാണ്. നല്ല ബിരിയാണി വെക്കുന്ന ഒരാളുണ്ടായിരുന്നു, സ്ഥലം ഞാൻ പറയണില്ല, ഇവിടെ ഒന്നല്ല, ഒരു ഈ ജില്ലേന്റെ ഒരു തലപ്പത്താണ്. അത് ഭയങ്കര അതിലാണ്ട് മതി മറന്നിട്ട് ഭയങ്കര വിടലൊക്കെ കിട്ടിയിരുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഏതാജ്യന്മാരെ പിന്നെ എന്നെ വിളിക്കണമെന്നൊക്കെ പറയുന്നു. ഒരു സ്ഥലത്ത് പോയി ഉണ്ടാക്കി ആകാണ് കൊളായി. ഹുനാലിക്കൽ വലായത്തുലില്ലാഹിൽ ഹഖ്. ഏത് വിഷയത്തിലോ ബോധ്യപ്പെടും, ഏത് വിഷയത്തിൽ. ഇപ്പൊ അർജന്റീനയുടെ കളി എന്തായി? ഭയങ്കര വിടലല്ലായിരുന്നു. എന്തായി ലാസ്റ്റ് എന്തായി? ഹുനാലിക്കൽ വലായത്തുലില്ലാഹിൽ ഹഖ്. ഏത് വിഷയത്തിലും വരും. ഓലേ ജയിക്കുള്ളൂ, ഓലക്ക് തോപ്പിക്കാൻ ആരുമില്ല, ഓല് മലക്കാളെന്നൊക്കെ അല്ലേ നമ്മളെ കുട്ടികൾ പറയുന്നത്. മദ്രസ കുട്ടികൾ മലക്കാളാണ്. പിന്നെന്തേ ഉണ്ടായത്? തകടം പറഞ്ഞില്ലേ? ഏത് ആളുകളും എന്തേ മുല്ല ശരിക്കും അർജന്റീന ആളായിരുന്നു. ഇപ്പോഴും ബനിയന് പലരും ഊരിയിട്ടില്ല, കളി കഴിഞ്ഞിട്ട് കുറെ കാലമായിരിക്കണം. നോക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിന്റെ ഒരു കടുപ്പം ഇപ്പോഴും നമ്മളെ കുട്ടികൾ കുറെ ആൾക്കാർ ബനിയനിട്ട് നടക്കുന്നുണ്ട്. അന്തല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ. കളി എത്രയായി കഴിഞ്ഞിട്ട് ബനിയൻ ഊരിയിട്ടില്ല. പക്ഷെ അവിടെയും തകടം പറഞ്ഞു ഹുനാലിക്കൽ വലായ. നമ്മളെ മനസ്സിലുണ്ടാവണം കേട്ടോ ഈ ആയത്ത്. ഭയങ്കര ആയത്താണിത്. ഹുനാലിക്കൽ വലായ ലില്ലാഹിൽ ഹഖ്. അധികാരം അല്ലാഹ്ക്ക് മാത്രമാണ്. അത് തോന്നുന്ന ചില സമയങ്ങളുണ്ടാവും, സന്ദർഭങ്ങളുണ്ടാവും. അതിനെ തൊട്ട് അല്ലാഹ് നമ്മളെ കാക്കട്ടെ. നല്ല ബീമ്പിലിങ്ങനെ നടക്കായിരുന്നു, ഭയങ്കര. പക്ഷെ പെട്ടെന്ന് കാലിന്റെ മുട്ടുമൊക്കെ ക്യാൻസർ ആണ്ട് കയറി ഒരാൾക്ക്. എല്ലാരും ആള് പോഞ്ഞ്, കാരണം അയാളായിരുന്നു വല്ലതും കിട്ടി ജീവിക്കുന്ന ആൾക്കാർ ഒക്കെ ആണ് പോഞ്ഞ്. പെങ്ങന്മാരൊന്ന് കരച്ചിൽ തുടങ്ങി. ഡോക്ടറിന് കാല് വെട്ടണം എന്ന് പറഞ്ഞു, വെട്ടി. അടുത്ത മക്കായി അവൻ വെട്ടണം എന്ന് പറഞ്ഞു, വെട്ടി. അപ്പൊ ആൾക്കാരിങ്ങനെ മെല്ലെ എന്തായി, ഇനിയിപ്പൻ ഏതായാലും നീച്ച നടക്കൂല എന്ന് ഉറപ്പായി. അതിൽ മെല്ലെ കയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു വെള്ളം തൊട്ട് കൊടുക്കാൻ. അതിലാണ് പള്ളിൻ്റെ ഉള്ളിലേക്ക് ക്യാൻസർ ആണ്ട് കയറി. പിന്നെ ഒന്നിനും കഴിയാതായി. ആ ഭാര്യ ഒരു മൂല്യരോട് അറിഞ്ഞ് മരിക്കാൻ തോരക്കണം, നോക്കിയിട്ട് കുടുങ്ങിക്കണെന്ന് അറിഞ്ഞ്. ആ മൂല്യര് ഞാൻ തന്നെയാണ് എഴുതിക്കൊളി, ഞാൻ തന്നെയാണ് എഴുതിക്കൊളി. ഉസ്താദെ ബാധന പോലെ എത്ര വെച്ചിട്ടാ നോക്കുക, മരിക്കാൻ തോന്നി ഗതി ഇട്ടിട്ട് പറയണമെന്നറിയാം. കാരണം എന്താ, ഇനി നീക്കൂലെന്ന് ഉറപ്പായി. ഇതാണ് ദുന്യാവ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇതൊക്കെ. പിടുത്തം കണ്ട് വന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. ഒമാക്കാനെ മുന്തസറ, ഒരാളും സഹായിക്കാനില്ല, ഒരാളും സഹായിക്കാനില്ല, നമ്മളുണ്ടാവുള്ളൂ. അപ്പൊ എല്ലാം ഉണ്ടാവുമ്പോൾ അള്ളാനായിട്ട് ഡയറക്റ്റ് ബന്ധം ഉണ്ടെങ്കിൽ ഇനി കിടപ്പിലായാലും സമാധാന. പോയിക്കോളി, എല്ലാവരും പോയിക്കോളി, കള്ളുണ്ട്, പോയോ പോടോ. മരിക്കണേ മരിക്കുക, ചിരിച്ചാണ് മരിക്കുക. നേരത്തെ അള്ളാന്റെ ലോകം ഉണ്ടെങ്കിൽ അപ്പൊ ഇച്ചിരി ലോകം ഉണ്ടാക്കാൻ നോക്കി ചിലപ്പം കിട്ടൂല. ശൈത്താൻ സമ്മതിക്കൂല, കാരണം ഇതുവരെ ലോകം ഇല്ലാത്ത ആളല്ലേ. ശൈത്താൻ ഭയങ്കര പണിയെടുക്കും, അപ്പൊ ബന്ധം കിട്ടൂല. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഹുനാലിക്കൽ വലായത്തുലില്ലാഹിൽ ഹഖ്. അധികാരം അള്ളാഹ്ക്ക് മാത്രമാണ് എന്ന് തോന്നുന്ന ചില സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ വന്ന് ഒറ്റപ്പെടുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ. ഇന്ന് ആ സംഭവങ്ങൾ തീർന്നു. നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്.
എന്ത് വിഭവങ്ങൾ, കൊഴുപ്പും സംവിധാനങ്ങളും സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും അള്ള പിടിച്ച ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ സൗകര്യ സംവിധാനങ്ങളുടെ സമയത്തല്ലേ 2.5 കൊല്ലം എല്ലാവരും മൂക്കും തൊള്ളിയും കെട്ടി നടന്നത്. ഇവർക്ക് എന്ത് പറയാനേ കഴിഞ്ഞിട്ടുള്ളൂ? കെട്ടിക്കൊള്ളിന്ന് പറയാനല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. വാക്സിൻ അടിച്ച്, അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലും മരണമൊന്നും പറഞ്ഞേക്കുണ്ട്. അല്ലാഹു അലം. എന്താ ലോകത്തിന് ചെയ്യാൻ പറ്റിയത്? നോക്കുകുത്തികളായി എന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റിയത്? അതാണ് ചിലപ്പോ അള്ള മാത്രമാണ് അധികാരി എന്ന് അള്ള ബോധ്യപ്പെടുത്തുന്ന ചില സമയങ്ങൾ ദുനിയാവിൽ തന്നെ ഉണ്ട്. അതിന് പാടാണ്ട് ഉൾക്കൊണ്ടാൽ മതി. ഒന്നും ആർക്കും ഇപ്പൊ ആശുപത്രി പെരുകണ അനുസരിച്ചുകൊണ്ട് ആശുപത്രി ഒന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ മരണം കുറയണ്ടേ? ആശുപത്രി കൂടുന്നു, മരണം കൂടുന്നു. ഇതല്ലേ നടക്കണത്? അന്നെ നടക്കണേ. നീ കണ്ണിന് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരിടത്ത് പോയപ്പോ ലൈറ്റാണ്ട് അടിച്ച് അതിലുള്ളതും പോയി. അതന്നെ ഇതല്ലേ ഇപ്പൊ ആശുപത്രി പോയുള്ള അവസ്ഥ. എല്ലാം കുറ്റം പറയല്ലേ ഞാൻ? ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ നല്ല മധുവിധ ആഘോഷത്തിലാണ് നമ്മളുള്ളത്. അന്ധതയുടെ മധുവിധ ആഘോഷത്തിലാണ്. കണ്ണൊട്ടെന്ന് പറയാൻ കരുതിട്ടോ, കണ്ണിന് കുഴപ്പമില്ല, നല്ല ഫുള്ള് കാണുന്നുണ്ട്. ആദ്യം കണ്ടതിനേക്കാളും കൂടുതൽ കാണുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വലിയ പ്രതീക്ഷയിൽ പോയതൊക്കെ ചിലപ്പം തിരിഞ്ഞു മാറിയെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വലിയ പ്രതീക്ഷ പോയിട്ടുണ്ടാവും, കുത്തനം കണ്ടാവും. അതാണ് കാരണം. എന്താ? അധികാരി അല്ലാണ്. ഓൻ കരുതിയാൽ നടക്കുള്ളൂ, അല്ലാത്ത ഒന്നും നടക്കൂല. കരുതിയ മാത്രമേ നടക്കുള്ളൂ, അല്ലാത്ത ഒന്നും നടക്കൂല. അവന് കരുതിയിട്ടുണ്ടെങ്കിൽ നടക്കും, കരുതിയിട്ടില്ലെങ്കിൽ എന്ത് സംവിധാനം ഉണ്ടെങ്കിലും നടക്കൂല. അപ്പൊ ആദ്യം തന്നെ റബ്ബിനേറ്റാണ്ട് ലോകിയാലേ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ രോഗങ്ങളും ക്യാൻസർ പിടിച്ചിട്ട് ചീഞ്ഞളിഞ്ഞ് വേദന സഹിച്ച് കിടക്കുന്ന ഒരാള് ഐ ആം വെരി ഹാപ്പി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 വട്ടം ദിക്റിലിറ്റാ മരിച്ചത്. മൂല്യരൊന്നല്ല, ഡോക്ടർ. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ബോധം കയറിയ ഡോക്ടർക്ക് അങ്ങനെ മരിക്കാൻ കഴിയും. അതാണ് ബോധമാണ് കയറി കിട്ടണമെന്ന് മാത്രം. അപ്പൊ ഡോക്ടർ മരിക്കും. അല്ലാഹു നമ്മളൊക്കെ ബോധമുള്ളവരിൽ പെടുത്തട്ടെ. ചിലപ്പം സിമന്റ് ഇങ്ങനെ കാക്കണ കുറുപ്പാണ് കാരണം നല്ല ഈമുണ്ടാവും. ഞാൻ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കല് നാളിപ്പോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മദീനത്ത് പോകുമ്പോ കരിപ്പൂർ എയർപോർട്ടിന് ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. ഒരു ചുവന്ന പനീനൊക്കെ ഇട്ടിട്ട് ചെറുപ്പക്കാരൻ, ജലീറ മനസ്സല്ലേ, അതൊക്കെ കേൾക്കലുണ്ട്. എവിടേക്ക് ഈ നേരത്തെ ഉസ്താദ് പോകണമെന്ന് വെച്ചു. ഞാൻ മദീനത്തേക്ക് കൊണ്ടു പറഞ്ഞു. അപ്പ തുടങ്ങി കെട്ടിപ്പിടിച്ചാൽ കരച്ചില്. പിന്നെ അയാൾക്കൊന്നും പറയാൻ കഴിയില്ല. കൈമ നിറച്ച് മൈദ, പൊറാട്ട ഉണ്ടാക്കുന്നതിനിടയിൽ ഓടി വന്നതാ. കൈമ നിറച്ച് മൈദ, കൽബ് നിറയെ മദീന. അപ്പൊ മദീന മൈദന്റെ ഉള്ളിൽ കൂടിയും കയറും, മദീന സിമന്റിന്റെ ഉള്ളിൽ കൂടിയും കയറും, മദീന കല്ല് പണിയെടുക്കുന്ന ആളെ മദീന ഡ്രൈവറെ ഉള്ളിലുണ്ടാവുമല്ലോ. ഈ തിരൂരുണ്ടായിരുന്ന RTO ഇൻസ്പെക്ടർ ഇവിടെ ഇടയ്ക്ക് വരവുണ്ടായാള്. നിങ്ങളെ പല ആൾക്കാരും ലൈസൻസിലെ ആളെ പേരായിരിക്കും. 100 സ്വലാത്തെല്ലിറ്റ് കിടക്കും, 100 സ്വലാത്തെല്ലിറ്റ് കിടക്കും. പകൽ മുഴുവനും കാക്കി, തൊപ്പി, 3 സ്റ്റാർ ഒക്കെ റെഡിയാണ്. വലിയ അധികാരിയാണ്, ഇപ്പൊ ഒരു ജില്ലന്റെ അധികാരിയാണ്. എന്നും 100 സ്വലാത്തെല്ലിറ്റാ കിടക്കുക. അപ്പൊ ചിലപ്പോൾ മഹബത്ത് കാക്കിന്റെ ഉള്ളിലും വരും. തലയെക്കെട്ട് കെട്ടിയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് ഞമ്മള് തലയെക്കെട്ടൊക്കെ കെട്ടി ഉഷാറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാളെ കൽവിൽ കയറി അത്ര എന്റെ കൽവ് കയറിയിട്ടില്ലെങ്കിൽ ഈ യൂണിഫോമിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ അതാണ് ഇതിന്റെ ഉള്ളിൽ കണ്ട് കയറി കിട്ടുന്നതാണ്. ചില നാടന്മാരൊക്കെ നമ്മളെ വാത് കേട്ടിട്ട് ഇങ്ങനെ സ്വർഗത്ത് പോകുമ്പോ നമ്മളെ അടിയിൽ ഇങ്ങനെ കിടന്ന് പെടഞ്ഞാ എന്തിനാ പിന്നെ നല്ലത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഹദീസിലുണ്ട്. ചില പ്രവാചകന്മാർ നരകത്തിലുണ്ട് എന്ന ഹദീസിലുണ്ട്. അള്ളാഹു നമ്മളൊക്കെ ചില വലിയ പേടിയുള്ള മേഖലയാണ് പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞു. അള്ളാഹു എന്നെ പോലെ പ്രസംഗിക്കുന്ന എല്ലാവരെയും അള്ളാഹു നന്നാക്കി തെറ്റേ. ആളുകളോട് ഇങ്ങനെ വരും, സ്വകാര്യ സമയത്ത് തോന്നിയ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏത് സമയത്ത് റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധം ആണി അടിച്ചു ഉറപ്പിച്ചാലും തമാടിത്തരം ചെയ്യില്ല. ഈ സാഹചര്യങ്ങളിൽ ഇക്കിളി കണ്ട് വരുമ്പോ അള്ളാ എന്നുള്ളൊരു ബോധം ഉള്ളത് കണ്ട് കയറും. എന്നുള്ളത് അൽഹംദുലില്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ വീഴൂല, കുഴിയിൽ വീഴൂല. അതാണ് അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. നമ്മളെ മേമാലിജി നല്ല പേര് അല്ല, നിങ്ങളെ പേര് കുഞ്ഞേജിന്റെ വകയാണെന്ന് ചായം ചെയ്യും അദ്ദേഹത്തിന്റെ. അത് പറയട്ടെ? പറയണ്ട, ചെറിയ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്. അള്ളാഹു തആല ശിഫായി കൊടുക്കട്ടെ, അള്ളാഹു ശിഫായി കൊടുക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد അല്ലാഹുവേ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കണേ അല്ലാഹുവേ നിന്റെ അഹബ്ബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയ്ക്ക് ഈ വെള്ളിപ്രഭാതത്തിൽ ഈ ഗ്രാമത്തിന്റെ സമ്മാനമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് മറ്റ് അംബിയാ മുർസലീങ്ങൾ അവിടുത്തെ അസ്ഹാബ് അസ്വാജ് ആല് അഹ്ലു ബൈത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ലോകത്തിന്റെ അഷ്ടദിക്കിൽ കഴിയുന്ന എല്ലാ മഹാന്മാർ മഹദികളിലേക്കും എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഈ നാട്ടിലുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് കാട്ടിൽ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അവർക്കൊക്കെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹുവേ നിന്റെ മഹലായ ഫള് കൊണ്ട് മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് പറയപ്പെട്ടവരും അല്ലാത്തവരുമായ നീ പൊരുത്തപ്പെട്ടവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ആന്തരികമായ കെൽപ്പ് നൽകണേ അല്ലാഹ് ഹെൽത്ത് നൽകണേ അല്ലാഹ് ശക്തി നൽകണേ അല്ലാഹ് റൂഹിയായ രോഗാണുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ് ശരീരത്തിന്റെ രോഗങ്ങളെല്ലാം ക്ഷമിച്ചാൽ നിന്റെ പരലോകത്ത് ദറജ കൂട്ടി കിട്ടും ചിലതിന് ഷഹീദിന്റെ കൂലിയും കിട്ടും പക്ഷെ ഉള്ളിന്റെ ഉള്ളിലേക്ക് റൂഹിലേക്ക് രോഗം പടർന്നാൽ പിന്നെ കാഫറായി ചത്തുപോകും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ് സഹിക്കാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന സകലമാന പുറത്തുള്ള ശരീരത്തിന്റെ രോഗങ്ങളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ് ഞങ്ങളെ ദഅവത്തോ യാത്രയോ ജോലിയോ തടസ്സമാകുന്ന ഒരു പരീക്ഷണവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ് ഞങ്ങളെ ഭാര്യമാരെ വഴിയാധാരങ്ങളാക്കല്ലേ അല്ലാഹ് മക്കളെ അനാഥരാക്കല്ലേ അല്ലാഹ് ഞങ്ങൾ ആശ്രയിക്കുന്നവരെ നിരാശപ്പെടുത്തല്ലേ അല്ലാഹുവേ ഹൃദയത്തിൽ തഖ്വ നൽകണേ അല്ലാഹ് ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാഹ് ചിന്തയിൽ പ്രശ്നമുണ്ടാക്കല്ലേ അല്ലാഹ് പരിഭ്രാന്തിയിൽ നിന്നും വെപ്രാളത്തിൽ നിന്നും മാനസിക രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ് പരീക്ഷണങ്ങൾ മുമ്പിൽ പതറുന്ന കൽബാക്കല്ലേ അല്ലാഹ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തഖ്വയുള്ള കൽബാക്കണേ അല്ലാഹ് തവക്കുലുള്ള കൽബാക്കണേ അല്ലാഹ് ആ കൽബ് നിറയെ നിന്നോടും ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാഹ് അവിടുത്തെ സുന്നത്തിന് അനുധാവനം ചെയ്യുന്ന അനുരാഗികളാക്കണേ അല്ലാഹുവേ ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹുവേ ബഹുമാനപ്പെട്ട ആജിയരുടെ ഭാര്യയ്ക്ക് രോഗമുണ്ട് നീ ശിഫയായി കൊടുക്കണേ അല്ലാഹ് അദ്ഹിബിൽ വസറബ്ബന്നാസ് ഇശ്ഫിഹാ അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാ ഫശ്ഫിഹാ ശിഫാ താമൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ بحق لا حول ولا قوة إلا بالله العلي العظيم وبحق يا بصير يا ظاهر يا نور يا الله وبحق سلام قولا من رب الرحيم وبحق حسبنا الله نعم الوكيل نعم المولى ونعم النصير واغفر لنا ولوالدينا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات നമ്മളെ കുഞ്ഞുമാൻക ഒന്ന് വീണിട്ട് 1.5 മാസം റെസ്റ്റ് പറഞ്ഞ് കിടക്കുകയാണ് അള്ളാഹു പെട്ടെന്ന് സലാമത്തായി കൊടുക്കട്ടെ ശിഫയായി കൊടുക്കട്ടെ നിരപരാധികളായ അറബികളടക്കം പലരും ജയിലറകളിലാണ് ദ്വാരക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് പടച്ചവൻ അവരൊക്കെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരട്ടെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ അറബികൾ വിളിച്ചു പറഞ്ഞൊന്നല്ല കേട്ടോ അറബിക്ക് വേണ്ടി നാട്ടിൽ